ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ മല്ലൂസ് ഇൻ മാംഗ്ലൂർ. ഒടുക്കം എന്തും വരട്ടെ എന്ന് വിചാരിച്ച് ഞാൻ വാതിലോർന്നു. മുറ്റത്ത് നിറച്ച് കർണാടക ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കോഴിയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. അപ്പോൾ അധികം ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക്. കോഴി വളർത്തുന്നതിന് മെയിൻ ആയിട്ടുള്ള കാര്യമാണ് അതിൻ്റെ തീറ്റ നമ്മൾ കറക്റ്റായിട്ട് തന്നെ നോക്കണം. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന തീറ്റ കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരാം. അപ്പം നമുക്കിവിടെ തവിടുണ്ട്, നമുക്ക് അരിയുടെ ഒക്കെ തവിട് നമുക്കിവിടെ മില്ലിൽ നിന്നൊക്കെ കിട്ടും. പിന്നെ ഇത് നമ്മുടെ ലെയർ മാഷ്, നമുക്ക് ലെയർ മാഷോ ലെയർ പെല്ലറ്റോ ഒക്കെ കൊടുക്കും. മുട്ടയിടുന്ന കോഴികൾക്ക് ലെയർ ഫീഡ് തന്നെ മസ്റ്റായിട്ട് കൊടുക്കണം, എന്നാലും മുട്ട കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. 4.5 പാത്രം തവിടിട്ടു. ലെയർ മാഷ് ഒരു 2.5 പാത്രം. ഒരു കോഴിക്ക് മിനിമം 100 to 120 ഗ്രാം തീറ്റയെങ്കിലും ഒരു മുട്ടയിടുന്ന കോഴി നോർമലി ഒരു ദിവസം എടുക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഫീഡ് ചെയ്തില്ലെങ്കിൽ എന്ന് വെച്ചാൽ നമുക്ക് ഈ ഫീഡിന് ഭയങ്കര കോസ്റ്റ്ലിയാണ്. അത് തന്നെ ഇടുവാണെങ്കിൽ നമുക്ക് ഒത്തിരി ചിലവുകൾ വരും. അപ്പോൾ ആ ചിലവ് കുറച്ചും കൂടി ചുരുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതിനകത്ത് മിക്സ് ചെയ്യുന്നത്. നമ്മൾ ഒരു 2.5-3 പാത്രം, അപ്പം അങ്ങനെ ഒരു 3 കിലോ തീറ്റ എടുക്കും. ഇതിന് എന്താ ശരിക്കും വെള്ളത്തിൽ മിക്സ് ചെയ്ത് നല്ലപോലെ കുഴച്ചെടുക്കും. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമ്മൾ ആക്കിയെടുക്കണം. അപ്പോൾ നമുക്കിനി കോഴി കൊടുക്കുന്ന സ്ഥലത്തോട്ട് ഇടണം. പാത്രത്തിലൊക്കെ ഇട്ട് കൊടുക്കണം. ഈ കോഴികൾ ചെകഞ്ഞ് പുറത്തേക്ക് കളയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പാത്തികളാക്കി ഇടുവാണെങ്കിൽ കോഴികൾ ചെകഞ്ഞ് വേസ്റ്റ് ആക്കില്ല. മിക്സ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നല്ലപോലെ മിക്സ് ചെയ്യണം. നമ്മുടെ ഫീഡും തവിടും കൂടെ നല്ലപോലെ മിക്സ് ആയില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ തവിട് ഒരു സ്ഥലത്ത് ഫീഡ് ഒരു സ്ഥലത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ഈ കോഴികൾ ഫീഡ് തിന്ന കോഴികൾ തന്നെ ഫീഡ് തിന്നും, ബാക്കി കോഴികൾക്ക് തവിട് മാത്രമായിട്ട് കിട്ടും. അതുകൊണ്ട് നമുക്ക് മിക്സ് ചെയ്യണമെങ്കിൽ അത് കറക്റ്റ് മിക്സ് ചെയ്തില്ലെങ്കിൽ അത്ര മെച്ചം ഉണ്ടാവില്ല തീറ്റ. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് ഫീഡ് ചിലവ് എത്രത്തോളം കുറയ്ക്കാൻ പറ്റും, എത്രത്തോളം ലാഭകരമാക്കാൻ പറ്റും. കോഴികൾക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി ഒരു ഇത്രത്തോളം കാൽഭാഗത്തോളം ബാക്കിയുണ്ട്. അത് നമ്മൾ എന്തായാലും തീർന്നു കഴിയുമ്പോൾ ഒരു ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം കൂട്ടി നമ്മളൊന്നും കൂടെ ഒരു ഒന്നും ഇട്ട് കൊടുക്കും. ഇത് കൊടുക്കുന്ന അത്രയും തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. കോഴിക്ക് കൊടുക്കുന്ന വെള്ളവും, ഇത് വെള്ളത്തിൽ നമുക്ക് സപ്ലിമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ മുട്ടയിടുന്ന കോഴികൾക്ക് നമ്മൾ കൊടുക്കുന്നത് ഈ ഗ്രോബിപ്ലെക്സ് എന്നുള്ള സംഭവമാണ്. അപ്പോൾ 100 പക്ഷികൾക്ക് 15-20 ml. അപ്പോൾ നമുക്ക് അതനുസരിച്ച് എടുക്കുക. ഒരു അടപ്പിൻ്റെ ഒരു പകുതിയൊക്കെ എടുത്താൽ മതി. പകുതിയൊക്കെ എടുത്തിട്ട് നമ്മളത് ഇതിനകത്തേക്ക് ഒഴിക്കുന്നു. ഇതിപ്പോൾ സപ്ലിമെൻ്റ് ആയതുകൊണ്ട് കുറച്ച് കുറയൊക്കെ ചെയ്താലും പ്രശ്നമൊന്നുമില്ല. ഇത്ര വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ചുമ്മാ വെള്ളം വേസ്റ്റ് ആയിപ്പോൾ പിന്നെ നമ്മൾ 2 ദിവസം കഴിഞ്ഞ് മാറ്റണം. അപ്പോൾ ഇതൊക്കെ വേസ്റ്റ് ആകും. അപ്പോൾ ഇതിനേക്കാൾ നല്ലത് ആവശ്യത്തിന് എടുക്കാം. അപ്പോൾ നമ്മൾ വെള്ളം ഇവിടെ ഒരു ചെറിയ പാത്രത്തിൽ ഒഴിച്ച് കൊടുക്കും. ഇവിടെ ഉച്ചയ്ക്ക് നല്ല വെയിലായിരിക്കും. അപ്പം കോഴികൾക്ക് തിന്ന് കഴിഞ്ഞിട്ട് ഇവിടെ നിൽക്കത്തില്ല ഉച്ചയാകുമ്പോൾ. ഇതിനകത്ത് നമുക്ക് കുറച്ച് വെള്ളം ഇതിനകത്ത് ഒഴിക്കാം. അവിടെ തീറ്റയൊക്കെ കഴിഞ്ഞ് വെയിലൊക്കെ ആയി കഴിഞ്ഞാൽ കോഴികൾ ഇവിടെ വന്ന് പൊതുവെ കിടക്കാം. പിന്നെ ഇച്ചിരി സൈഡിലേക്ക് മാറി തന്നെ നിങ്ങൾക്ക് മുട്ടയിടാനുള്ള ഏരിയ ഉള്ളത്. അടച്ചിടുന്ന സ്ഥലമാണെങ്കിൽ ഈ ചെറിയ പാത്രത്തിൽ വന്ന് ഇത്രയും കോഴികൾക്ക് വെള്ളം കൊടുത്താൽ പോരാ. ഇവിടെ വെച്ചിരിക്കും ഗൈസ്. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു വലിയൊരു നെറ്റിൻ്റെ കൂട് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കോഴികൾ വീടിൻ്റെ അടുത്തേക്ക് ഇപ്പോൾ ശല്യം കൂടുതലാണെങ്കിൽ നമ്മൾ നെറ്റിനകത്തേക്ക് ഇട്ട് അടയ്ക്കാം. നമുക്ക് കോഴികൾ വലിയ ശല്യമൊന്നുമില്ല, പുറത്ത് പറമ്പിലൊക്കെ പോയി തിന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുറത്ത് വിടുന്നത്. അപ്പോൾ ശല്യം കൂടുതൽ ഇപ്പോൾ മഴക്കാലമൊക്കെ ആകുമ്പോൾ കോഴികളെല്ലാം വീടിൻ്റെ അങ്ങോട്ട് വന്ന് വൃത്തി കിടക്കും. മഴയൊക്കെ വരുമ്പോൾ കോഴികളോട് പോർച്ചിലേക്കും വരാന്തയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഫുൾ വൃത്തി കിടക്കും. ആരെങ്കിലും വരുമ്പോൾ വീടൊക്കെ വൃത്തിയായിട്ട് കിടക്കും. അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മളിങ്ങനെ നെറ്റ് കിട്ടിയിട്ടുണ്ട്. മഴയൊക്കെ വരുവാണെങ്കിൽ നമ്മൾ ഇതിന് മുകളിൽ ഒരു ടിൻ ഷീറ്റ് ഒരു 5-6 വെച്ചിട്ട് കൊടുക്കും. അപ്പോൾ അതിന് മഴ വരുമ്പോൾ അതിൻ്റെ ചോട്ടിരുന്നോളും. മഴ പോയി കഴിയുമ്പോൾ പുറത്ത് തീറ്റുന്നോളും. ഇതിനകത്ത് തന്നെ തീറ്റുന്നോളും. ഇതിനകത്ത് തന്നെ നമ്മൾ കുറച്ച് വൈക്കോലും കാര്യങ്ങളൊക്കെ ഇട്ട് ഇതിനകത്ത് തന്നെ മുട്ടയിട്ടോളും കോഴികൾ. അപ്പോൾ ആദ്യം നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ കോഴികൾ പുറത്ത് പോയി തിന്നട്ടെ എന്നുള്ള ധാരണയിൽ നമ്മൾ വിടുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു സംഭവം വലിയ 500 കോഴികൾ ഈസി ആയിട്ട് നിർത്താം. നമ്മൾ ഇങ്ങനത്തെ ഒരു സാധനം പണിതുന്നത് മസ്റ്റാണ്. വലിയ ചിലവൊന്നുമില്ല. നമുക്ക് നെറ്റ് വെച്ചിട്ട് നമുക്ക് മൊത്തം കവുങ്ങുകളുള്ളതുകൊണ്ട് കവുങ്ങുകൾ നമ്മൾ തൂണായിട്ട് യൂസ് ചെയ്ത് നമുക്ക് പണിത് വലിയ പാടൊന്നും വന്നില്ല. അപ്പോൾ നമ്മൾ ഫുള്ളി മുകളിൽ നെറ്റ് കിട്ടിയിട്ടുണ്ട്. കാരണം മുട്ടയൊന്നും കാക്കയൊന്നും എടുത്തുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി മുകളിൽ നെറ്റ് കിട്ടിയിട്ടുണ്ട്. ഫീഡുകൾ കൊടുക്കുന്നതിന് പുറമെ നമ്മൾ പച്ചക്കറി വേസ്റ്റുകൾ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ കവുങ്ങ് ചോട്ടിൽ ഇട്ട് വെച്ചേക്കും. അപ്പോൾ ഈ കോഴികൾ ഇങ്ങനെ ഇട്ട് വെച്ചേക്കും. അപ്പോൾ കോഴികൾ വന്നും പോയി തിന്നുകൊണ്ടിരുന്നത്. ബാക്കി വരുന്നത് അഴുകി പോകുന്നത് കവുങ്ങ് ചോട്ടിൽ അഴുകി പൊക്കോളും. ബാക്കി കോഴികളെല്ലാം മോസ്റ്റ്ലി എല്ലാം തന്നെ കോഴികൾ തീർക്കും. നമുക്ക് ഒരു 60 to 70 കോഴികൾ കാണും. അപ്പോൾ നമുക്ക് ഇത്രയും കോഴികൾ നമുക്ക് കൊട്ടയോ അല്ലെങ്കിൽ തീറ്റപാത്രം വെച്ച് കൊടുക്കണം. ഒത്തിരി തീറ്റപാത്രം മേടിക്കണം. പിന്നെ ഒരു തീറ്റപാത്രം ഒരു 10-15 കോഴികൾ നിൽക്കണം. അപ്പോൾ ഒത്തിരി സ്ഥലം വേസ്റ്റ് ആവും. ഇങ്ങനെ പാത്തി വെക്കണം. ലൈനിൽ നിന്നിട്ട് ഒട്ടും വേസ്റ്റ് ആക്കാതെ ചകഞ്ഞ് കളയാതെ നല്ല രീതിയിൽ തിന്നോളും. നമ്മളിപ്പോൾ മേടിച്ചിരിക്കുന്ന ഇനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൈരളി എന്ന് പറയും. കൈരളി കോഴി ഇപ്പോൾ നാട്ടിലിപ്പം ഒത്തിരി ബ്രീഡ്സ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മുട്ട പർപ്പസിന് വേണ്ടി. അപ്പോൾ നമ്മൾ മുട്ടയ്ക്ക് വേണ്ടി മേടിച്ചതാണ്. അപ്പോൾ ഇതിന് കൈരളി എന്ന് പറയുമ്പോൾ ഒരു 12 ഇനത്തോളം കോഴികളെ മിക്സ് ചെയ്തിട്ടുണ്ടാക്കിയ ഒരു ബ്രീഡാണ്. അപ്പോൾ നമുക്ക് ഇമ്മ്യൂണിറ്റി പവറും പിന്നെ നമുക്ക് ഈ കൂടുതൽ ഹൈടെക് കേജസിലോ അല്ലെങ്കിൽ ഫീഡ് മാത്രം കൊടുത്ത് വളർത്തുന്ന ടൈപ്പ് കോഴിയല്ല. നമുക്ക് തുറന്നു വിട്ട് വളർത്താം. പച്ചക്കറി വേസ്റ്റുകൾ കാര്യങ്ങളെല്ലാം കൊടുത്ത് വളർത്താം. ഏത് രീതിയിൽ വളർത്താം. പിന്നെ ഇമ്മ്യൂണിറ്റി പവർ കൂടുതലാണ്. അപ്പം മുട്ടയിടുന്ന കപ്പാസിറ്റി കൂടുതൽ. ഒരു വർഷം നമുക്ക് ഒരു 200 to 250 മുട്ട, ഒരു അറൗണ്ട് 230 to 250 മുട്ട എന്തായാലും കിട്ടും. നമ്മുടെ ഈ തിത്തിരി കോഴി അല്ലെങ്കിൽ നാടൻ കോഴി, കൊത്തുകോഴി, ഇതിനെല്ലാത്തിനും ഒത്തിരി കോഴികൾ നമുക്ക് ചേർത്ത് ബ്രീഡ് ചെയ്ത കോഴി ആയതുകൊണ്ട് അതിന് അത്യാവശ്യം നല്ല ഇമ്മ്യൂണിറ്റി പവർ ഉണ്ട്. കോഴികളിൽ നമുക്ക് കാണാം ഒത്തിരി കോഴികൾ കറുത്താണ്. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ കരിങ്കോഴികളും കൂടി ഇതിന് മിക്സിങ്ങിന് യൂസ് ചെയ്തിട്ടുണ്ട്.
പിന്നെ വളർത്തുമ്പോൾ നമ്മൾ മെയിനായിട്ട് കാര്യം എല്ലാം സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒത്തിരി എഫേർട്ട് കുറവുണ്ട്. അപ്പോൾ നമുക്ക് രാവിലെ ഫീഡ് മിക്സ് ചെയ്ത് അങ്ങ് വിട്ട് കഴിഞ്ഞാൽ ഫീഡ് തിന്നും, പിന്നെ അത് പുറത്തോട്ട് പോയി രാത്രി നമുക്കൊന്ന് കൂടെടുത്താൽ മതി. പിന്നെ മുട്ട നമുക്ക് കൂടെടുക്കുന്ന സമയത്ത് വന്ന് കളക്ട് ചെയ്താലും കുഴപ്പമില്ല. അന്നത്തെ ദിവസം ഇപ്പോൾ കളക്ട് ചെയ്യാൻ പറ്റില്ലെങ്കിലും പിറ്റേ ദിവസം ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ പണികൾ എളുപ്പമാവുന്ന രീതിയിൽ നമ്മൾ ഇത് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് വേണ്ട ബ്രീഡ് ഏതാണെന്ന് നോക്കിയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ അതിനകത്തുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാര്യങ്ങളൊക്കെ ഇൻഫർമേഷൻ ഒക്കെ തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ കോഴികളെല്ലാം നാട്ടിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇത്തരം കോഴികൾ കിട്ടാൻ വഴിയില്ല. അതുകൊണ്ട് പിന്നെ നമുക്ക് ഇതുപോലത്തെ നെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഉപകാരമാണ്. നമുക്ക് ഒരു കാരണവശാലും കോഴി പകൽ നമ്മളിപ്പോൾ എങ്ങോട്ടെങ്കിലും പോകാൻ നമ്മൾ വീട്ടിലില്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാലും പറ്റിയോ കാര്യങ്ങളോ എന്തെങ്കിലും വന്ന് പിടിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു നെറ്റിനകത്തേക്ക് തീറ്റിട്ടോടെ എല്ലാ കോഴി അതിനകത്തേക്ക് കയറും. അതിനകത്ത് കയറിയിട്ട് നമുക്ക് അടച്ചിട്ട് നമുക്ക് ധൈര്യമായിട്ട് എവിടെയെങ്കിലും പോകാം. കോഴിയെല്ലാം മുട്ട അതിനകത്തിടും. സേഫായിട്ട് നമുക്ക് വൈകുന്നേരം തുറന്നു വിട്ടിട്ട് മുട്ട എടുത്ത് കോഴി കൂടുതലും കഴിക്കും. അപ്പം അങ്ങനെ പണികൾ ഏറ്റവും മാക്സിമം എളുപ്പമാക്കാൻ നോക്കുക. നമ്മൾ കൂടുന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ വെൽഡ് ചെയ്ത് നല്ല റെഡിയാക്കിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ഏർക്കുറെ ഇതിനകത്തൊരു 50 കോഴികൾ എന്തായാലും കയറും. 50-60 കോഴികൾ എന്തായാലും കയറും. ഇതിനകത്തും കയറി ഒരു 50-60 കോഴി രണ്ടോ ഏർക്കുറെ സെയിം. നമ്മളിങ്ങനെ കമ്പുകൾ വെച്ചോളൂ. കോഴികൾ കമ്പിലിരിക്കാനാണ് എപ്പോഴും ഹൈറ്റിൽ കയറി കമ്പിലിരിക്കാനാണ് കോഴികൾക്കെല്ലാം എപ്പോഴും താല്പര്യം. ചില കോഴികൾ ഇതിൻ്റെ മുകളിൽ ഈ റോഡിലൊക്കെ വന്നിരിക്കുക. അപ്പം ഇതിന് മുകളിൽ റോഡുണ്ട്, ആ റോഡിലൊക്കെ വന്നിരിക്കും. അപ്പം എന്ന് വെച്ചാൽ ഹൈറ്റിലിരിക്കുമ്പോൾ എന്ന് വെച്ചാൽ കോഴി കൂട്ടിക്കയറാൻ ഇൻട്രസ്റ്റ് ഉണ്ട്. അല്ലെങ്കിൽ ചില കോഴികളെന്ന് വെച്ചാൽ കൂടിന് പുറത്ത് മരത്തേലൊക്കെ കയറിയിരിക്കും. ഇത് സേഫാണ്, ഒന്നും താഴെ നിന്ന് മുകളിൽ നിന്ന് പിടിക്കാൻ പറ്റില്ല കമ്പിലിരുന്ന് കഴിഞ്ഞാൽ. ഈ കൂടും അങ്ങനെ തന്നെയാണ് ചെയ്തേക്കുന്നത്. മൊത്തം കമ്പിയില്ല നമ്മൾ വെൽഡ് ചെയ്തേക്കുന്നത്. നമ്മൾ പാത്തി വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ ഇപ്പം നമ്മൾ കൂട്ടിനകത്തിട്ട് ഇപ്പോൾ എന്തെങ്കിലും കാരണവശാൽ പുറത്ത് വിടാൻ പറ്റില്ല, കൂട്ടിനകത്തിട്ട് സേഫായിട്ട് വളർത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പാത്തിക്കകത്ത് തീറ്റ വെച്ച് കൊടുക്കണം. 3 സൈഡിലും പാത്തിയുണ്ട്. 3 സൈഡിലും നമുക്ക് ഇതുപോലെ പാത്തിയിട്ടുണ്ട്. അതിനകത്ത് തീറ്റ വെച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ നേരെ വീഴുന്ന ഈ കാഷ്ടെല്ലാം താഴെ വീഴുന്ന നമുക്ക് ഫ്രണ്ടിലേക്ക് ഒരു ശല്യവും വരത്തില്ല. ഇവിടെ നിന്ന് നമുക്ക് ഈസി ആയിട്ട് കളക്ട് ചെയ്തെടുക്കാം. നമുക്കപ്പോൾ സമയം ഒരു 3 മണി 3:30 ആയിട്ടുണ്ട്. അപ്പോൾ ഏറെക്കുറെ എല്ലാ കോഴികളും മുട്ടയിട്ട് തീർന്നുണ്ട്. അപ്പോൾ നമ്മൾ മുട്ട കളക്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു സെറ്റപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. എല്ലാം വെച്ച് കാക്കയും കാര്യങ്ങളൊക്കെ വന്ന് എടുത്തുകൊണ്ട് പോകും. പിന്നെ മോസ്റ്റ്ലി എല്ലാ കോഴികളും നമുക്ക് ഇതിനകത്ത് തന്നെ മുട്ടയിടുന്നത്. പിന്നെ ചില ഒരു 3-4-5 കോഴികൾ മാത്രം നമുക്ക് പുറത്ത് ഞാൻ കാണിച്ചു തരാം. പുറത്ത് ചില സ്ഥലങ്ങളിൽ മുട്ടയിടുന്നുണ്ട്. അപ്പോൾ അവിടെയും കൂടെ പോയി നോക്കണം. ഇതാണ് നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് വെച്ചിട്ടുള്ളൂ. നമുക്ക് ചില കോഴികൾ പുറത്ത് വിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് ഓരോരോ കൊട്ടയും നമ്മൾ എടുക്കും. അപ്പം ഇത്ര കോഴികൾ കൊണ്ട് വന്നും പോയൊക്കെ ഇട്ടോളൂ നിങ്ങൾ. അപ്പോൾ നമുക്ക് അധികം ഒരു 3-4 കൊട്ടകൾ മതി. അത്യാവശ്യം വന്നു പോയി ഇട്ടോളും. ഒരു കൊട്ടയിൽ തന്നെ 2-3 കോഴികളൊക്കെ ഇരുന്ന് മുട്ടയിടും. അപ്പോൾ നമ്മൾ എടുക്കുവാണ്. നമുക്ക് എടുക്കാൻ എളുപ്പത്തിന് മോൾ ഭാഗവും തുറക്കാതെ നമ്മളിങ്ങനെ തുറന്നിട്ട് നമ്മൾ നല്ലപോലെ എടുക്കാം. പിന്നെ ഇച്ചിരി കൂടുതലുണ്ട് കഴിച്ചു. നോർമലി ഒരു 20-25 പൊതുവെ കിട്ടാറ്. പിന്നെ ഇച്ചിരി കൂടുതലുണ്ട്. അപ്പോൾ നോക്കട്ടെ, ഇവിടെ നിന്ന് 27 ഉണ്ട്. പിന്നെ നമുക്ക് 2-3 സ്ഥലം കൊണ്ട് നോക്കാനുണ്ട്. അപ്പോൾ മസ്റ്റ് നമ്മൾ എല്ലാ ദിവസവും മുട്ട എടുത്തില്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ രാത്രിയൊക്കെ വല്ല പട്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ എടുക്കും. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഈ കൂടെ അടച്ചിട്ടാലും മതി. അപ്പോൾ അങ്ങനെ നമ്മൾ മുട്ട എപ്പോഴും സേഫായിട്ടുള്ള സ്ഥലത്തിൽ ഇടിക്കണം. ഇത് നമ്മുടെ അലക്കലാണ്. അതിൻ്റെ ചുവട്ടിൽ 1-2 കോഴികൾ മുട്ട ഇടും. ചില ദിവസം 2 മുട്ട ഇടും, ചില ദിവസം 1 മുട്ട കിട്ടും. അപ്പോൾ ഇപ്പോൾ ഒരു കോഴി മുട്ടയിട്ട് ഇറങ്ങിയുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു മുട്ട ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു മുട്ട 28. പിന്നെ ഒരു പുറത്തൊരു സ്ഥലമുണ്ട്. ഇവിടെ എന്തുകൊണ്ടായിട്ട് ഇവിടെ മുട്ടയിടും നമുക്കൊരു പിടുത്തമില്ല. കാരണം ഇവിടെ കുറേ സംഭവങ്ങളൊക്കെ ആദ്യം ഉണ്ടായിരുന്നു. ഒരു തഴങ്ങൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഷെയ്ഡിൽ നിങ്ങൾ മുട്ടയിട്ട് തുടങ്ങിയത്. പക്ഷേ ഇപ്പോൾ എല്ലാം മാറ്റി ക്ലിയർ ചെയ്തിട്ട് പോലും ഇപ്പോൾ കോഴി ഇവിടെ തന്നെ ആ കോഴി മുട്ടയിടുള്ളൂ. നമ്മൾ കുറേ പ്രാവശ്യം പിടിച്ച് അവിടെ കൊണ്ട് ഇട്ട് നോക്കി. പക്ഷേ ഇവിടെ തന്നെ ഇടുന്നുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മളിതിനൊരു എന്തെങ്കിലും റെഡിയാക്കി കൊടുക്കണം. പെട്ടിയോ എല്ലാം റെഡിയാക്കി കൊടുക്കണം. അപ്പോൾ ഒരു കോഴി ഇവിടെ മുട്ടയിടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കോഴികളെ വളർത്തുന്നത്. ഇന്ന് നമുക്കൊരു 29 മുട്ട ഇട്ട് ഒരു 3-4 മുട്ട ഏറെ കൂടുതലിട്ടുണ്ട്. അപ്പോൾ എല്ലാ കോഴികളും മുട്ട ഇട്ട് തുടങ്ങുന്നേ ഉള്ളൂ. ഇപ്പോൾ ഒരു 4-5 മാസമൊക്കെ ആയി വരുന്നുള്ളൂ. 5-6 മാസമൊക്കെ ആയി വരുന്നുള്ളൂ. അതുകൊണ്ട് ഇപ്പം എല്ലാ കോഴിയും മുട്ടയിട്ട് തുടങ്ങി വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് സപ്ലിമെൻറ്റ്സ് ഒക്കെ കറക്റ്റായിട്ട് കൊടുക്കുക. ഫീഡ് കറക്റ്റായിട്ട് കൊടുക്കുക. ഫീഡ് കൊടുത്താൽ നമുക്ക് ഇത്ര മുട്ട കിട്ടില്ല. അപ്പോൾ ഫീഡ് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇത് കൂടുതൽ ചിലപ്പോൾ മുട്ട കിട്ടാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഫീഡ് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ ഒത്തിരി കോസ്റ്റ് വരും. അതുകൊണ്ട് ഒരു ദിവസം ചിലപ്പോൾ 70 കോഴികൾക്ക് 7 കിലോ 8 കിലോ തീറ്റയോളം പോകും. 1 കിലോയ്ക്ക് നമുക്ക് 35-40 രൂപ വരും. അപ്പോൾ 8 കിലോ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ 8×4 32 320 രൂപയോളം നമുക്ക് തീറ്റ ചിലവ് തന്നെ പോകും. അപ്പോൾ നമുക്ക് അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി മാക്സിമം തീറ്റ ചിലവ് നമ്മൾ മാക്സിമം കുറച്ച് നോക്കുവാണ്. അപ്പം ഏറെ കുഴപ്പമില്ല. നമുക്ക് ഇത്രയും മുട്ട കിട്ടിയാലും നമുക്ക് ഏറെക്കുറെ ലാഭകരമാണ്, കുഴപ്പമില്ല. പിന്നെ നമ്മളിതൊക്കെ ഒരു ഹോബിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ ഗൈസ്, വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കും. ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. നമ്മൾ കോഴി വളർത്തുന്നതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഫീഡിൻ്റെ കാര്യങ്ങൾ, വെള്ളത്തിൻ്റെ കാര്യങ്ങൾ, മരുന്ന് കാര്യങ്ങൾ എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാടൻ കോഴികളെ വളർത്തുന്ന പോലെ വളർത്തിയാൽ മതി. അപ്പോൾ നമുക്ക് വലിയ ചിലവുകളില്ല.
അപ്പോൾ ഇതിലാണ് പറമ്പിലൊക്കെ പോയി തീറ്റ തിന്നോളൂ. നമ്മൾ ഒത്തിരി തീറ്റകൾ കൊടുക്കണ്ട. പിന്നെ നല്ല മുട്ടയായിരിക്കും. നമ്മൾ ഈ ഫീഡ് തന്നെ കൊടുത്ത് കിട്ടുന്ന മുട്ട എന്ന് പറഞ്ഞാൽ അത്ര നല്ല മുട്ടയായിരിക്കില്ല. അപ്പം എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക. അപ്പോൾ നമുക്ക് അറിയാവുന്ന ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉടനെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ കോഴി വളർത്തലും കാര്യങ്ങളും ഇൻഫർമേഷൻ ആവശ്യമുള്ള ഫ്രണ്ട്സിനും കാര്യങ്ങളൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് ആയിട്ട് ഇനിയും കാണുന്നവരെ ഗുഡ് ബൈ.